ദൈവത്തിന്റെ സ്തോത്രം. ഇന്നേ ദിവസം ദൈവവചനവുമായി നിൽക്കാൻ ദൈവം എനിക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്കാൻ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവവചന വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ പറയുന്നത് യേശുക്രിസ്തു ഈ ലോകത്തനുസരിച്ച് 3 പരീക്ഷകളാണ്. ഹല്ലേലൂയ. പരീക്ഷ എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞങ്ങൾ കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതാറുണ്ട്. എന്റെ മുന്നിലിരിക്കും നിങ്ങളും പരീക്ഷ എഴുതിയിട്ടുള്ളവരാണല്ലോ. പരീക്ഷ കഴിഞ്ഞാൽ റിസൾട്ട് വരുമ്പോൾ ചിലർ ജയിക്കും, ചിലർ തോക്കും. നാം എഴുതുന്ന പരീക്ഷയുടെ അവസാനം ഇങ്ങനെയുണ്ട്. എന്നാൽ നാം പരീക്ഷ എഴുതുകയാണെങ്കിൽ യേശു പരീക്ഷ ജീവിതത്തിൽ അനുഭവിക്കുകയാണ് ചെയ്തത്. അതെങ്ങനെയാണെന്നല്ലേ നമുക്ക് വൈകുന്നേരത്തിൽ കൂടെ നോക്കാം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. കല്ലപ്പമായി തീരാൻ കൽപ്പിക്കുക എന്ന് പിശാച് പറഞ്ഞത് എന്തിനായിരിക്കും എന്ന് ചിന്തിച്ചാൽ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം വിശന്നു നമുക്ക് കാണുവാൻ കഴിയും. വിശപ്പുള്ള യേശുവിന് അപ്പോൾ ആവശ്യമായിരുന്നത് ആഹാരം. ദൈവമക്കളായ നമുക്ക് പരീക്ഷകൾ ഉണ്ടാകും. നമ്മുടെ ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം എന്താണ് എന്ന് നോക്കി പിശാച് അടുത്ത് വരും. ഉൽപ്പത്തി പുസ്തകത്തിൽ ഹവ്വയുടെ ആഗ്രഹം കണ്ട് പഴം കഴിപ്പിച്ചു. എന്നാൽ യേശുവിന്റെ ആവശ്യം ആഹാരമായിട്ടും വചനം പറഞ്ഞ് യേശു പിശാചിനെ ജയിച്ചു. ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഒരു പെൻസിൽ ആവശ്യമുണ്ടെന്ന് ഇരിക്കട്ടെ. ആ സമയത്ത് മറ്റൊരു കുഞ്ഞിന്റെ കയ്യിൽ ഭംഗിയുള്ള ഒരു പെൻസിൽ കാണുമ്പോൾ അത് കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നിയാൽ പിശാച് പരീക്ഷിക്കണം. അന്യന്റെ വക മോഹിക്കരുത് എന്ന് പറഞ്ഞാൽ നാം അതിനെ ജയിക്കണം. നമുക്ക് വരുന്ന ഓരോ പരീക്ഷയും ഹവ്വയെ പോലെ തോൽക്കല്ല, യേശുവിനെ പോലെ ജയിക്കുന്നവരാകണം. യേശു ജയിച്ചെങ്കിൽ നമ്മളും ജയിക്കും. ഹല്ലേലൂയ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെ ക്ഷണനിരത്തേക്ക് കാണിച്ചു. ഈ അധികാരം എന്റെ മഹത്വം നിനക്ക് തരാം. അതെങ്കിലും ഏൽപ്പിച്ചിരിക്കുന്നു. നീ മനസ്സുള്ളവരെ ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകുമെന്ന് പറഞ്ഞു. ദൈവപുത്രനായ ക്രിസ്തുവിനോടാണ് പിശാച് അവനെ നമസ്കരിക്കാൻ ആവശ്യപ്പെടുന്നത്. ഇതുപോലെ നമുക്ക് എന്തെങ്കിലും മോഹങ്ങൾ തോന്നിയാൽ ദൈവഹിതമാണോ എന്ന് ദൈവവചനത്തിലൂടെ ചിന്തിക്കണം. കാരണം ബൈബിൾ പറയുന്നു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. അങ്ങനെ യേശു ഈ പരീക്ഷയിൽ ജയിച്ചു. ഹല്ലേലൂയ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പിന്നെ അവൻ അവനെ യെരൂശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ ചാടുക. യേശുവിനെ ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിർത്തി ചാടുവാൻ പ്രേരിപ്പിച്ചുവെങ്കിൽ നമ്മെ ആത്മീയത്തിൽ കഴിവുകൾ തന്ന് വളരെ ഉയർച്ചയിൽ എത്തിച്ചിട്ട് ഹൃദയത്തിൽ അഹങ്കാരം കഴിച്ച് നമ്മുടെ നിത്യം നഷ്ടപ്പെടുത്തും. ഇതാണ് ഈ കാലഘട്ടത്തിൽ പിശാച് ചെയ്യുന്നത്. പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ദൈവ സകലത്തിലും നമുക്ക് എല്ലാവർക്കും പൂർണ്ണതയും നൽകുമാറാകട്ടെ. ആമേൻ.